ഫാദർ സാമുവൽ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നാണ്. ഫാദർ സാമുവൽ, താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം പള്ളികളിൽ പ്രവേശനം സംബന്ധിച്ച് അവിടെ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡിൻ്റെ തീരുമാനമാണ്. അവർ പറയുന്നത്, നിലപാട് പറയുന്നത് പള്ളിയിൽ കയറാം, പക്ഷേ മുൻവാതിലൂടെ കയറരുത്, അല്ലെങ്കിൽ അവർ പ്രത്യേകമായി ഇരിക്കണമെന്നൊക്കെയാണ്. ഈ ക്രൈസ്തവ മതമായാലും ഹിന്ദു മതമായാലും ഒക്കെ ഇങ്ങനെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഒരു തുല്യത നൽകുന്നതിൽ നിന്ന് എപ്പോഴും പുരോഹിതവർഗം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളിലെയും പുരുഷന്മാർക്കാണ് അതിൽ വ്യക്തമായ മേധാവിത്വം ഉള്ളത്. അത്തരമൊരു സിസ്റ്റമൊക്കെ ഈ ആധുനിക കാലത്തെങ്കിലും എല്ലാ മതങ്ങളും മാറ്റേണ്ടതല്ലേ? ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലത്തെ വിഷയത്തില് ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇന്നലെ കണക്ഷൻ കിട്ടിയില്ല. ശരി, ഇപ്പൊ ഇന്നത്തെ വിഷയം പറയാവുന്ന വിഷയമാണല്ലോ, പറഞ്ഞു. ഒറ്റ വാക്കതില്, അതായത് ഇന്നലെ അവിടെ പാടിയത് ക്രിസ്ത്യൻ ഭക്തിഗാനമാണ്, വെറും പാട്ടല്ല. അത് ഒറ്റ വാക്ക്. ഇന്നത്തേൽ വരികയാണെങ്കിൽ മുസ്ലിംസ് സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പ്രകാരം തന്നെ മറ്റൊരു വാതിലിലൂടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർക്ക് പള്ളിയിൽ എപ്പോഴും വേണമെങ്കിൽ വരാം. അവിടെ തുല്യതയുണ്ട്. മാത്രമല്ല കമ്മിറ്റികളിലേക്കൊക്കെ റിസർവേഷനും ഉണ്ട്, സ്ത്രീകൾക്ക് ഇത്ര ശതമാനം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. കാരണം കമ്മിറ്റിയിൽ വരും, ബിഷപ്പുമാരുണ്ട്. അപ്പോൾ അവിടെ വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ക്രൈസ്തവ പുരോഹിതന്മാർ അത് സുപ്രധാന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് അവിടെ എല്ലാം ഉള്ളത് പുരുഷന്മാരല്ലേ? അവിടെയെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു തുല്യതയുടെ അവകാശം ഇപ്പോഴും ഇല്ലാത്ത അവസ്ഥയില്ലേ? ബിഷപ്പ്മാര് സ്ത്രീകളുണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പോൾ 1-2 പേർ വന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു തുല്യമായ അവകാശം സ്ത്രീകൾക്കുണ്ടോ? തുല്യമായിട്ടുള്ള അവകാശം അതിന് ക്രമേണ വരും. ഇപ്പോൾ കമ്മിറ്റികളിലൊക്കെ അവർക്ക് റിസർവേഷൻ ഉണ്ട്. 25% അവർക്കും യുവജനങ്ങൾക്കൊക്കെ ഉണ്ട്. അത് മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ഭരണഘടനയിൽ അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. അതേ പ്രകാരം തന്നെ സ്ത്രീകൾ അച്ഛന്മാരുണ്ട്, ബിഷപ്പ്മാരുണ്ട്. ക്രമേണ ആയി വരും. ഒറ്റയടിക്കല്ല നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. വളരെ മാറ്റം വന്നിരിക്കുന്ന, ഇനിയും മാറ്റം വരും. ഫാദറിന്റെ അഭിപ്രായം എല്ലാ തരത്തിലും ബിഷപ്പുമാരടക്കം ഏറ്റവും ടോപ്പിൽ വരെ, പോപ്പ് വരെയുള്ള സ്ഥാനത്ത് എല്ലായിടത്തും സ്ത്രീകൾക്ക് കൂടി തുല്യമായ അവകാശം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് കൂടി അവിടെ അവസരം കിട്ടണം എന്ന് തന്നെയാണോ? ഞാൻ പറഞ്ഞത് CSI ചർച്ച് സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണ്. അതേ സമയത്ത് തന്നെ മറ്റ് സഭാ വിഭാഗങ്ങളില് അവർക്ക് സ്ത്രീകൾക്കുള്ള റിസർവേഷനും സ്ത്രീകൾക്കുള്ള പങ്കാളിത്തമൊക്കെ ഞങ്ങളെപ്പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെയൊക്കെ മാറ്റങ്ങളുണ്ട് അവിടെ. അവർക്ക് ഇപ്പോഴും അവർക്ക് പുരുഷന്മാർക്ക് മാത്രമേ ചില സ്ഥാനങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അവർ മറ്റേ ക്രിസ്ത്യ വിഭാഗങ്ങൾ നിൽക്കുന്നത്. ശരി, എല്ലാവരും ആ തുല്യമായ നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. ഓരോ സഭകളായി കൊടുക്കുന്നെങ്കിൽ അത്രയും നല്ല കാര്യം തന്നെയാണ്, പുരോഗമനപരമായ തീരുമാനം തന്നെയാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായത്തെ കാണുന്നത്? പള്ളിയിലൊക്കെ കയറാം, പ്രാർത്ഥന നടത്താം, പക്ഷേ മുൻവാതിലിലൂടെ സ്ത്രീകൾ കയറേണ്ട, അല്ല മറ മാറ്റി ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ഒരുമിച്ചിരിക്കേണ്ട എന്ന് പറയുന്ന നിയമത്തെ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പറയാനാണെങ്കിൽ ഇവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മതഗ്രന്ഥം, ഏറ്റവും നല്ലൊരു ഗ്രന്ഥമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ 1 ആയിട്ട് കാണുന്നത് ഖുറാനെയാണ്. ആ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാകുന്നോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമ്മുടെ ചില രാജ്യങ്ങളിലുള്ള ആളുകൾ മാത്രം വ്യത്യസ്തമായി കാണുന്നു. മതഗ്രന്ഥങ്ങൾ നല്ലതാണ്, അത് ഏറ്റവും നല്ലത്, എല്ലാ മതത്തെക്കാളും ഏറ്റവും നല്ലത് ഈ ഖുറാൻ തന്നെയാണ്. ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം കറക്റ്റാണ്. അതാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പൊ ചോറ് തിന്നാം, പക്ഷെ കൈകൊണ്ട് വാരി തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ ആഹാരം കഴിക്കാം, കൈകൊണ്ട് കഴിക്കരുത്. ഈ സ്ത്രീകളെന്നും അടുക്കളയിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഒരു ഫ്രണ്ട് വാതിൽ കൂടിയാലേ പള്ളിയിലേക്കുള്ള കവാടം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് വാതിലാണ്. ആ കവാടത്തിലൂടെ കടന്നു പോകണ എന്താ തെറ്റുള്ളത്? അത് ഇവിടുത്തെ പുരോഹിതന്മാരൊന്നും ചിന്തിക്കണമെന്നും ദയവ് ചെയ്ത് ഈ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് കോളാമ്പിയിലിടരുത് എന്നുമാണ് എനിക്ക് ഈ മതപുരോഹിതന്മാരോട് പറയാറുള്ളത്. സ്ത്രീകൾക്ക് എല്ലാ വീട്ടിലും സംവരണം കൊടുക്കണം, അവരെ കയറ്റാം. എല്ലാ രംഗത്തുമുള്ള സ്ത്രീകളല്ലേ ഇപ്പോൾ ഉള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഗ്രന്ഥത്തെ കോളാമ്പിയിലിടരുത്. ശരി, ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ,
താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ മതങ്ങളൊക്കെയും? താങ്കൾ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു വിശ്വാസിയല്ല എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് തോന്നുന്നു പക്ഷേ എല്ലാ മതങ്ങളും അവസാനം വരുമ്പോൾ സ്ത്രീ തുല്യതയൊക്കെ പറയും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ സുപ്രധാന പദവികളിൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ സുപ്രധാന റോളുകളിൽ അവിടെ നിന്നെല്ലാം സ്ത്രീകളെ അകറ്റി നിർത്തുന്ന രീതി ഇവർക്കെല്ലാം ഇല്ലേ? അല്ല, അത് സകല മേഖലയിലും പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സമൂഹം തന്നെയാണ് ഇത്, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കിരൺ ബാബു, ഇപ്പോ ശബരിമല സ്ത്രീ പ്രവേശനത്തെ പറ്റി പറയാം. സോറി, ഇപ്പോ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ 98% സ്ത്രീകളും ഈ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുക. 98% ഹിന്ദുക്കളും. അല്ല, നമുക്ക് ഈ ശതമാനമൊന്നും കണക്കാക്കാൻ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇവിടെ ഒരു അങ്ങനെ ഒരു വോട്ടിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല. എത്ര പേര് എതിർക്കുന്നുണ്ട് എതിർക്കുന്നില്ല അതൊക്കെ നമ്മുടെ ഒരു ഊഹമാണ്. ഇത് ആർക്കാണ് ഇത്ര സൂക്കാട്? ഇങ്ങനെ നിർബന്ധപൂർവ്വം പെണ്ണുങ്ങളെ പിടിച്ച് കയറ്റി ചാകക്കട്ടി കയറ്റിക്കൊണ്ടുവന്ന് നിർബന്ധങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒരു മുസ്ലിം പള്ളിയിൽ മുസ്ലിം ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയും പുരുഷനും ഒരു ഭാര്യയും ഭർത്താവും ഒരു പാകിസ്ഥാനും ഇന്ത്യയും പോലെ കാണുന്നതല്ല ഇതെല്ലാം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആകെ അടിച്ചു വാരുന്ന കണ്ട് ഭാര്യ പറയോ നിങ്ങൾക്ക് വേറെ പണിയില്ല, ചൂല് വാങ്ങി പോകും. ഞാൻ ഇത് ആഗ്രഹിക്കുന്ന ആളെ എങ്ങനെ പെണ്ണുങ്ങളെ അലക്കാൻ സഹായിക്കാനോ അടിച്ചു വാഴ സഹായിക്കാനോ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ സ്ത്രീകൾ പറയുന്നത് അത് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയാറില്ല. കാരണം ഞാൻ ഒരു മതത്തിലും പെടുന്ന ആളല്ല. ഇപ്പോ ക്രിസ്ത്യാനികളെ ആരാധനത്തെ നമ്മൾ കണ്ടു പഠിക്കണം. കാരണം ഏതോനും ആ ആരാധനത്തെ കയറാം. ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ഹിന്ദുവും മുസ്ലിമിനും കയറി പോവാം. നേരെ മറിച്ച് ഇവിടുത്തെ ഹിന്ദുവിന്റെ അമ്പലത്തിൽ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ നേരത്തെ കയറി പോകാൻ പറ്റുമോ? ഇവിടെ മുസ്ലിമിന്റെ പള്ളിയിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ കയറി ചെല്ലാൻ പറ്റുമോ? പറത്തേലുള്ള മതകാരത്തെല്ലാം ഓനും പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങള് ഈ പൊതുസമൂഹം ഇത് നമുക്കിതൊന്നും മൊത്തം നാട് നന്നാക്കാൻ ആർക്കും ആവില്ലാതെ. അപ്പൊ കുറെ ഏറെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യത്തിന് വേണ്ടി അല്ലാതെ നമ്മള് അങ്ങോട്ടും കണക്ക് പറഞ്ഞിട്ട് ഞാൻ പ്ലേറ്റ് തരാം, നീ അടിച്ചു വരണോ, നീ അലക്കണോ, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും. അതുകൊണ്ട് സ്ത്രീകളെ ഇങ്ങനത്തെ കാര്യത്തില് പൊതുസമൂഹം ഇടപെടാതെ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നത് സമാധാനത്തിൽ പോട്ടെ. അതിനാണ് ചൂട് കണ്ടുകൂടെ മൊത്തം മുടിയാൻ പോവുക. അതിനെന്തിനാണ് നമ്മൾ ഇതിനൊക്കെ മെനക്കെടുന്നത്? ഇനി നമ്മൾ ഈ ആഗോള താപനം തടയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.